ആകാശവാണി വാർത്താവീക്ഷണം. പരീക്ഷ പഠനത്തിന്റെ ആഘോഷമായി മാറുമ്പോൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. സ്കൂൾ കുട്ടികളുടെ പരീക്ഷാകാലം വരികയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കുട്ടികളുടെ പഠന ജീവിതത്തിന്റെ ഭാഗമാണ് പരീക്ഷകൾ. എങ്കിലും പരീക്ഷാകാലത്തെ സമ്മർദ്ദം സർവ്വസാധാരണമാണ്. പരീക്ഷ അടുക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും പൊതുവെ സമ്മർദ്ദമാണ്. ഇത് തിരിച്ചറിയുക എന്നതാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ആദ്യ ചുമതല. ഇത്തരം അവസ്ഥകളിൽ കുട്ടികൾക്ക് ആരോടെങ്കിലും ആശയവിനിമയം നടത്താൻ അവസരമുണ്ടായാൽ അത് സഹായകവും ആശ്വാസകരവുമായിരിക്കും. പലതരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെയും ആശയവിനിമയങ്ങളിലൂടെയും പരീക്ഷാ പേടി അകറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വ്യാപകമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സവിശേഷ സംരംഭമായ പരീക്ഷാ പേ ചർച്ച ഈ ദിശയിലേക്കുള്ള ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണ്. കുട്ടികളെ കേൾക്കുക, അവരുടെ പരാതികൾക്കും സംശയങ്ങൾക്കും ആകുലതകൾക്കും ചെവി കൊടുക്കുക എന്ന ആശയമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ മനക്കരുത്തും ആത്മവിശ്വാസവും വർദ്ധിച്ചതോടെ കുട്ടികളിൽ പരീക്ഷാ പേടി ഇപ്പോൾ ഒരു പഴങ്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. 2018 മുതൽ എല്ലാ വർഷവും വിദ്യാർത്ഥി സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിക്കുന്ന വാർഷിക പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുമായി ആശയവിനിമയം നടത്തുകയും പരീക്ഷകൾ ശാന്തമായും സമ്മർദ്ദരഹിതമായും എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ചുള്ള നുറുങ്ങുകൾ പങ്കിടുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് പിരിമുറുക്കമില്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന എക്സാം വാരിയേഴ്സ് എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് പരീക്ഷാ പേ ചർച്ച. അനാവശ്യമായ സമ്മർദ്ദം മൂലം പരീക്ഷയെ ഒരു സങ്കീർണ പോരാട്ടമാക്കി മാറ്റുന്നതിനു പകരം ശരിയായ കാഴ്ചപ്പാടിൽ പരീക്ഷയെ സമീപിക്കണമെന്നാണ് പ്രധാനമന്ത്രി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചാ പരിപാടിയിൽ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വിശകലനവും സംവാദവും നടത്തിയ പ്രധാനമന്ത്രി കുട്ടികളുടെ പരീക്ഷാ തയ്യാറെടുപ്പ്, വ്യക്തിഗത വളർച്ച എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും പങ്കുവച്ചു. വിദ്യാഭ്യാസം വ്യക്തികളുടെ മൊത്തത്തിലുള്ള വികാസത്തിനു വേണ്ടിയുള്ളതായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പരീക്ഷാവേളയിൽ സമ്മർദ്ദവും ഉത്കണ്ഠയും എങ്ങനെ മറികടക്കാമെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു. പരീക്ഷകളാണ് വിജയത്തിന്റെ ആത്യന്തിക അളവുകോൽ എന്ന ധാരണയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. വ്യക്തിഗത ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബാഹ്യസമ്മർദ്ദങ്ങളാൽ ലക്ഷ്യവും മാർഗവും വ്യതിചലിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വിദ്യാർത്ഥികൾ അവരുടെ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിലും ഏർപ്പെടണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി എഴുതാനുള്ള ശീലം വളർത്തിയെടുക്കാനും വിദ്യാർത്ഥികളെ ഉപദേശിച്ചു. വിദ്യാർത്ഥികൾ റോബോട്ടുകളല്ല. പുസ്തകങ്ങളിൽ കുടുങ്ങിയാൽ വിദ്യാർത്ഥികൾക്ക് വളരാനാകില്ല. സ്കൂൾ ഫൈനൽ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാതിരിക്കുന്നത് ജീവിതത്തിൽ തിരിച്ചടിയാവുമെന്ന ധാരണയും തെറ്റാണ്. ഉറക്കം പോഷകാഹാരവുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ശരിയായ വിശ്രമത്തിന്റെ പ്രാധാന്യം മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പ്രഭാത സൂര്യകിരണമേൽക്കുന്ന വിധം ദിനചര്യ ക്രമീകരിക്കാൻ വിദ്യാർത്ഥികളെ ഉപദേശിച്ചു. പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ സുന്ദർ നഴ്സറിയിൽ വിദ്യാർത്ഥികളുമായി സമയം ചെലവിട്ടു. പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സമ്മർദ്ദങ്ങൾക്കും സംശയങ്ങൾക്കും അദ്ദേഹം നർമ്മത്തോടെ ലളിതമായ ഭാഷയിൽ മറുപടി നൽകി. അധ്യാപകരുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളെ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി തന്റെ വ്യക്തിപരമായ സ്കൂൾ ഓർമ്മകളും പങ്കുവച്ചു. കേരളം, പഞ്ചാബ്, ബീഹാർ, ത്രിപുര എന്നിവയുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹവുമായി സംവദിച്ചു. ഞങ്ങൾ പ്രധാനമന്ത്രിയോടാണ് സംസാരിക്കുന്നതെന്ന് തോന്നിയില്ല. അദ്ദേഹം ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു എന്നാണ് കുട്ടികൾ അഭിപ്രായപ്പെട്ടത്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിനി ആകാൻഷ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കവിത ചൊല്ലിയത് പരിപാടിയിലെ ശ്രദ്ധേയമായ നിമിഷമായിരുന്നു. സവിശേഷമായ ഈ അനുഭവത്തെ സന്തോഷകരവും അവിസ്മരണീയവുമെന്നാണ് കുട്ടി വിവരിച്ചത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ ഒരു മത്സരത്തിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. വിജയികളിൽ ചിലർക്ക് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ഈ വർഷം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിന്നായി 36 വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുത്തത്. സംസ്ഥാന കേന്ദ്രഭരണ ബോർഡ്, സർക്കാർ സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയം, സൈനിക് സ്കൂൾ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, CBSE, നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് വിദ്യാർത്ഥികൾ. പ്രേരണ സ്കൂൾ പ്രോഗ്രാമിലെ പൂർവ്വ വിദ്യാർത്ഥികളും കലാമേളകൾ, വീർഗാഥ എന്നിവയിലെ വിജയികളും പരിപാടിയിൽ പങ്കാളികളായി.
പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും തെരഞ്ഞെടുത്തതിലൂടെ ഈ വർഷത്തെ ചർച്ച ഇന്ത്യയുടെ വൈവിധ്യത്തിന്റെയും സമഗ്ര പങ്കാളിത്തത്തിന്റെയും യഥാർത്ഥ പ്രതിഫലനമായി മാറി. 8 അധ്യായങ്ങളിലായി സവിശേഷകരമായ പുതിയ രൂപത്തിലാണ് ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ച അവതരിപ്പിച്ചത്. ആദ്യ അധ്യായത്തിൽ പ്രധാനമന്ത്രിയുമായുള്ള ആശയവിനിമയം ആകാശവാണി, ദൂരദർശൻ, സ്വയംപ്രഭ, PMO യൂട്യൂബ് ചാനൽ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെയും സമൂഹ മാധ്യമ ചാനലുകൾ എന്നിവയിലൂടെ നേരിട്ട് സംപ്രേഷണം ചെയ്തു. ഇത് രാജ്യമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പരിപാടി വീക്ഷിക്കാനുള്ള സൌകര്യം ഉറപ്പാക്കി. ജീവിതത്തിന്റെയും പഠനത്തിന്റെയും വിവിധ പ്രായോഗിക തലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുന്നതിന് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രശസ്തരായ വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഉൾക്കാഴ്ചയുള്ള 7 എപ്പിസോഡുകൾ പരീക്ഷാ പേ ചർച്ച അവതരിപ്പിക്കുകയാണ്. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ക്ഷമയാണ് വിജയത്തിന്റെ താക്കോലെന്നും സമ്മർദ്ദം ഒഴിവാക്കാൻ അത് കരുത്തു നൽകുമെന്നും 2ാം ഭാഗത്തിൽ ചലച്ചിത്രതാരം ദീപിക പദുക്കോൺ പറഞ്ഞു. സാങ്കേതിക വിദ്യയെ പഠനത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റണമെന്ന് 3ാം അധ്യായത്തിൽ ടെക്നിക്കൽ ഗുരുജി എന്നറിയപ്പെടുന്ന ഗൌരവ് ചൌധരി നിർദ്ദേശിച്ചു. മാനസികാരോഗ്യം മുതൽ സാങ്കേതിക വിദ്യ വരെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളാണ് ഓരോ അധ്യായത്തിലും പങ്കെടുക്കുന്നത്. 2018 ആരംഭിച്ചതിനുശേഷം പരീക്ഷാ പേ ചർച്ച ശ്രദ്ധേയമായ പുരോഗതിയാണ് കൈവരിച്ചത്. ഈ വർഷത്തെ ചർച്ച 5 കോടിയിലധികം പേരുടെ പങ്കാളിത്തത്തോടെ മുൻകാല റെക്കോർഡുകൾ ഭേദിച്ച് ഏറ്റവും ആകർഷകവും സ്വാധീനം ചെലുത്തുന്നതുമായ പരിപാടിയായി മാറി. എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഈ വേദിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രത്യേക ശ്രമങ്ങൾ നടത്തി. യുവമനസ്സുകളെ പ്രചോദിപ്പിക്കുന്ന ഈ പരിപാടി അക്കാദമിക വിജയത്തിലേക്കും വ്യക്തിഗത വളർച്ചയിലേക്കും അവരെ നയിക്കുന്ന ഒരു പരിവർത്തന സംരംഭം കൂടിയാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തെ ഇല്ലാതാക്കി പരീക്ഷയെ പഠനത്തിന്റെ ആഘോഷമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യവ്യാപക പ്രസ്ഥാനമായി പരീക്ഷാ പേ ചർച്ച മാറിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച പരീക്ഷാ പേ ചർച്ചയിലെ പ്രധാനമന്ത്രിയുമായുള്ള സംവാദം അതീവ താൽപര്യത്തോടെയാണ് ശ്രവിച്ചത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തെ പോസിറ്റീവ് എനർജിയുടെ ഉറവിടമാക്കി മാറ്റാൻ രൂപകൽപ്പന ചെയ്ത ഒരു വേദിയായി പരീക്ഷാ പേ ചർച്ച പരിണമിച്ചു. പരീക്ഷ അറിവിന്റെ പരീക്ഷണം മാത്രമല്ല, സ്വഭാവത്തിന്റെയും വളർച്ചയുടെയും നിരീക്ഷണം കൂടിയാണ്. പരീക്ഷക്കാലത്തെ ഓരോ വെല്ലുവിളിയും ഓരോരുത്തർക്കും സ്വയം കണ്ടെത്തുന്നതിനുള്ള അവസരമായി മാറുന്നു. അക്കാദമിക വിജയത്തിനൊപ്പം മാനസികോല്ലാസത്തിനും മുൻഗണന നൽകുന്ന സുപ്രധാന ചുവടുവയ്പ്. യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷാകാലത്തെ സമ്മർദ്ദത്തെ ഫലപ്രദമായി അതിജീവിക്കാൻ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുകയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. പരീക്ഷ പഠനത്തിന്റെ ആഘോഷമായി മാറുമ്പോൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ.